ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ഞങ്ങളുടെ പെരക്ക് റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. അപ്പോൾ ഈ വീഡിയോയും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം തുടർന്നുള്ള വീഡിയോ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ഇനി ഇന്നത്തെ ഈ വെള്ളക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടേ കണ്ണൂരിലെ നാട്ടിൻപുറങ്ങളിലെ കല്യാണ സൽക്കാരങ്ങളിലെ ഒരു താരായിരുന്നു ഈ വെള്ളക്കാര. അതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് അപ്പോൾ ഉഴുന്നും അരിയും ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ വയ്ക്കുക. അരി ഇഡ്ഡലി റൈസോ പച്ചരിയോ അങ്ങനെ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന അരി എടുക്കാം. അതുപോലെ തന്നെ ഇത് ഇഡ്ഡലിയുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഒരു ചെറിയ വ്യത്യാസം, ഉഴുന്ന് സാധാരണ നല്ല മിനുസത്തിൽ അരക്കുക. പക്ഷെ അരി കുറച്ച് തരിയായിട്ട്, അധികം മിനുസമാവാതെ തരിയായിട്ട് വേണം അരച്ചെടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കുക. പിന്നെ ഇതിനെ വെള്ളക്കാര എന്ന പേര് വരാൻ കാരണം, വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള, അതായത് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ വാ എന്നുള്ള അക്ഷരത്തിന് പകരം സംസാരിക്കുമ്പോൾ ബാ എന്നാണ് യൂസ് ചെയ്യുക. അത് കർണാടകയുടെ അതിർത്തി ഗ്രാമമായതുകൊണ്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും. കാരണം കർണാടകയിൽ അങ്ങനെയാണ്. നമ്മൾ വന്നേ എന്ന് പറയുന്നതിന് പകരം കർണാടകക്കാർ ബന്നി എന്നാണ് പറയുക. അപ്പം പല വാക്കുകളും ഒരു വാക്ക് പകരം ബാ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടായിരിക്കും കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലും അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള. കാര എന്ന് പറയുന്നത് നമ്മൾ ഈ ഉണ്ണിയപ്പത്തിനാണ് കാരിയപ്പം എന്നാണ് പറയുക. അപ്പം വെള്ളക്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത ഉണ്ണിയപ്പം, അതാണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പോൾ നേരത്തെ കണ്ട പോലെ കറിവേപ്പില ചെറുതായിട്ട് അരിയുക. പിന്നെ തേങ്ങയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പണ്ട് കല്യാണ സൽക്കാരങ്ങളിൽ, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പെണ്ണിനെയും കൂട്ടിയിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും. അപ്പം അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഈ വെള്ളക്കാര. അതായത് കുറേ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാർക്ക് മടുക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് കൊണ്ടുവെക്കുന്നത്. അതുപോലെ ഈ വെള്ളക്കാരെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ, ഞാൻ വെക്കേഷൻ സമയത്ത് അമ്മ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മമ്മയും അമ്മായിയൊക്കെ ഉണ്ടാക്കിയിട്ട് തരുന്ന ഒരു ഭക്ഷണമാണിത്. കാരണം ബേക്കറി സാധനങ്ങളൊന്നും ഞങ്ങളുടെ കുഞ്ഞുനാളിൽ, പ്രത്യേകിച്ച് അമ്മ വീട്ടിലൊന്നും ഒരിക്കലും തരാറില്ല. അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഉണ്ടാക്കി തരുന്നതാണ്, ആ ഒരു ഓർമ്മ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിത് എൻ്റെ മോളുടെ സ്നാക്സ് ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. ഇതിൽ ഞാൻ കുറച്ച് ക്യാരറ്റും ചീരയൊക്കെ ചേർത്തിട്ടാണ് കൊടുത്തു വിടുക. അപ്പോൾ ഇനി വേണ്ടത് ഒരു ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുന്നത് പോലെ തന്നെ പതുക്കെ ഇത് മാവ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വിഭവത്തിൻ്റെ പേരെന്താണ് ഒന്ന് പറയാമോ? കമൻറ്റ് ചെയ്യാവോ? തമിഴ്നാട്ടിലെ കുഴിപ്പനിയാർ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. ഞാനൊരു തവണ എൻ്റെ അയൽവക്കത്തുള്ള ഒരു തമിഴിനെ ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് പറഞ്ഞു കുഴിപ്പനിയാരം മാതിരി ഇരിക്കുക, പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായി കുഴിപ്പനിയാരം എന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് കുഴിപ്പനിയാരം ഉണ്ടാക്കി തന്നു. പക്ഷേ അത് കഴിച്ചപ്പോൾ എനിക്കും തോന്നി നമ്മുടെ വെള്ളക്കാർ തന്നെയാണ് കുഴിപ്പനിയാരത്തിനേക്കാളും ടേസ്റ്റ് എന്ന്. ഇതുണ്ടാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മാവ് പുളിക്കാൻ പാടില്ല. മാവ് അരച്ച ഉടനെ തന്നെയാണ് ആ മാവിലേക്കാണ് നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ മാവ് ഒഴിക്കുമ്പോൾ അത് ഉണ്ണിയപ്പത്തിനാണെങ്കിലും ഇങ്ങനെ ഒറ്റ സ്പൂണിൽ ഒരു തവണ മാത്രമായിട്ട് ഒഴിച്ചിട്ട് അത് കുഴി നിറയുകയാണെങ്കിൽ അതിന് വാലും തലയൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്കത് സാധിക്കാറില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ, ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ അങ്ങ് തിരിച്ചിടുക.
ഇപ്പം നമ്മുടെ വെള്ളക്കാര ഏകദേശം റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് എണ്ണയൊന്നും താഴെ വീഴാതെ മെല്ലെ മാറ്റിയെടുക്കാം. ഇത് ഒരു സെറ്റും കൂടി ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ വെള്ളക്കാര റെഡിയായി. ഇത് ചമ്മന്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ഒരു കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത് സോസിൻ്റെ കൂടെ ചേർത്തിട്ട് സ്കൂൾ സ്നാക്സായിട്ട് കൊടുക്കാം, 4 മണി പലഹാരമായിട്ട് കൊടുക്കാം. നിങ്ങളൊരു തവണ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് വിശേഷങ്ങൾ എന്നോട് പറയണേ. അപ്പോൾ വീണ്ടും പുതിയ വിഭവമായിട്ട് വരുന്നത് വരെ ബൈ.